എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജും കമൻസ് ആയിട്ട് ലഭിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ റിപ്ലൈ ഞാൻ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, എൻ്റെ ബാറ്ററി ഹെൽത്ത് കുറഞ്ഞു. ഇവിടെ ഐഫോൺ യൂസർ എന്നല്ല, ലിറ്ററലി നിങ്ങൾ ഏത് സ്മാർട്ട് ഫോൺ യൂസ് ചെയ്താലും വളരെ ചുരുക്കം ചില ബ്രാൻഡുകളാണ് ലിഥിയം അയോൺ ബാറ്ററിക്ക് പകരം മറ്റ് ടെക്നോളജീസ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു 95% ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ലിഥിയം അയോൺ ബാറ്ററിയാണ്. അതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ബാധകമാണ്. ആപ്പിൾ ഹെൽത്ത് അറിയാൻ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. മറ്റ് ബ്രാൻഡുകൾ അത് കൊടുത്തിട്ടില്ല എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ തമ്മിലുള്ള വ്യത്യാസം. പിന്നെ ആപ്പിൾ ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മളുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, 2016 ആപ്പിളിന് കിട്ടിയ ചെറിയൊരു പണിയുടെ ഭാഗമായിട്ടാണ്. എന്നാൽ മറ്റുള്ള ബ്രാൻഡുകൾ ഇപ്പോൾ പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നതുമില്ല. ഈ ബാറ്ററി എന്ന് പറയുന്ന ഐറ്റം നമ്മൾ ഫോണിൽ മാത്രമല്ല, വാഹനത്തിലും ക്ലോക്കിലും എന്തിന് TV റിമോട്ടിൽ പോലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാത്തിനും ഒരു ലൈഫ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈഫ് ഡീഗ്രേഡ് ആകുമ്പോഴാണ് വാഹനത്തിൽ നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യും. അതുപോലെ തന്നെ TV റിമോട്ടിനകത്ത് നമ്മൾ മാറ്റി പുതിയ ബാറ്ററി ഇടും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സ്മാർട്ട് ഫോൺസിൻ്റെ കാര്യത്തിലും. ഇതിൻ്റെ ലൈഫാണ് ബാറ്ററി ഹെൽത്തായിട്ട് നമുക്ക് കാണിക്കുന്നത്. അതായത് ആപ്പിൾ പറയുന്നത് 80% താഴത്തേക്ക് പോയി കഴിഞ്ഞാൽ ബാറ്ററി റീപ്ലേസ് ചെയ്യണമെന്നാണ്. പക്ഷേ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഒരു 75 വരെ ഒക്കെ നമുക്ക് പോകാൻ സാധിക്കും. എന്നാൽ യൂസേഴ്സിന് മനസ്സിലാവും, നിങ്ങൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പം 2-3 വർഷമൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പം നമ്മുടെ ഡിവൈസിൻ്റെ പെർഫോമൻസിൽ ആദ്യം മേടിച്ച പോലെയല്ല, പെർഫോമൻസിലൊക്കെ വ്യത്യാസം വന്ന് തുടങ്ങി എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് ബാറ്ററി റീപ്ലേസ് ചെയ്യുക. മുന്നോട്ട് ആ ഫോൺ ഉപയോഗിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാറ്ററി റീപ്ലേസ് ചെയ്യുക. അതിൻ്റെ ഒരു മാറ്റം വലുതാണ്. സോ ഓരോ തവണയും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോഴും നമ്മൾ ഫോൺ യൂസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന ഒരു പരിപാടി നടപ്പുണ്ട്. ഈ പരിപാടി കംപ്ലീറ്റ് ആകുമ്പോഴാണ് അപ്പോഴത്തെ ബാറ്ററിയുടെ പ്രോപ്പർ ഹെൽത്ത് എത്രയാണെന്ന് ഡിവൈസ് ചെക്ക് ചെയ്യും, അല്ലെങ്കിൽ ഈ സോഫ്റ്റ്വെയർ ചെക്ക് ചെയ്യും. ആ ചെക്ക് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് നമ്മുടെ ബാറ്ററി ഹെൽത്തായിട്ട് കൃത്യമായിട്ട് കാണിക്കുന്നത്. അല്ലാതെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഒരു പ്രശ്നമല്ല നമുക്ക് ബാറ്ററി ഹെൽത്ത് കുറയ്ക്കുക എന്നുള്ളത്. അപ്ഡേറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ടുള്ള ബാറ്ററിയുടെ ഹെൽത്ത് നമ്മളെ കാണിക്കുക എന്നുള്ള ചുമതലയാണ് അതവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണ് ബാറ്ററി ഹെൽത്ത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, കുറയാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു പൊടിക്കൈയുണ്ട്. ഫോൺ യൂസ് ചെയ്യാതിരുന്നാൽ മതി, വെറുതെ ഷെൽഫിൽ വെക്കുക, ബാറ്ററി ഹെൽത്ത് കുറയത്തില്ല. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. 100% പ്രൂവൺ ആണ്. ഈ ഒരു ടിപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബാറ്ററി ഹെൽത്ത് കുറയത്തില്ല. സോ ഇത്രയും പൈസ കൊടുത്ത് നിങ്ങൾ ഫോൺ വാങ്ങുന്നത് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനാണോ യൂസ് ചെയ്യാനാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. പക്ഷേ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ബാറ്ററി ഹെൽത്ത് എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം, ബാറ്ററി ചാർജിങ്ങിൻ്റെ രീതികൾ എന്തൊക്കെയാണ്, ആ പാറ്റേൺസ് മനസ്സിലാക്കാൻ ഞാൻ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ആ വീഡിയോസ് ഫോളോ ചെയ്യാവുന്നതാണ്. താഴെ കമൻറ്റ് ബോക്സിലും അതോടൊപ്പം ബയോയിലും ഞാൻ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ആപ്പിൾ റിലേറ്റഡ് കണ്ടൻസിന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും മറക്കാതെ ഫോളോ ചെയ്യുക.